ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആൻ്റണിയുടെ ആളുകൾ സച്ചിയുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ കാവലിക്കുവാണ്, വണ്ടി എപ്പോൾ പുറത്തിറങ്ങുമെന്ന് നോക്കിയിട്ട്. സച്ചിയാണെങ്കിൽ പൂമാലയും കൊണ്ട് വരുമ്പോൾ രേവതിയോട് പറയുവാണ്, രേവതി ഒരു ഫോട്ടോ എന്നെടുത്തെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഫോട്ടോയോ? സാറിൻ്റെ നിൽപ്പൊക്കെ കണ്ടാത്തോന്നും സാറാണ് ഈ പൂമാലയൊക്കെ കിട്ടിയതെന്ന്. അപ്പോൾ സച്ചി പറയും, എടി നീ എന്നെ നിരുത്സാഹപ്പെടുത്താതെ, ഈ ഫോട്ടോ കണ്ട് ഊർജ്ജം കിട്ടിയിട്ട് വേണം എനിക്ക് ഇതുപോലെ വലിയ വലിയ ഓഫറൊക്കെ എടുക്കാൻ. ഞാൻ കാരണമല്ല ഇത്രയും വലിയ ഓഫർ വന്നത്, അപ്പോൾ എനിക്കൊരു ഫോട്ടോയൊക്കെ ആവാമെന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ടൊരു ഫോട്ടോയൊക്കെ സച്ചി എടുപ്പിക്കുവാണ്. എന്നിട്ട് പൂമാലയൊക്കെ കെട്ടിപ്പൊക്കി വണ്ടിയിൽ കയറ്റിയിട്ട് ഡ്രൈവറോട് പറയും, എടാ അയാളാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ, എടാ ഫോണിൽ സംസാരിച്ചതൊക്കെ മതി, സാർ ഈ പൂമാല ഒന്ന് കറക്റ്റ് സമയത്ത് അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഫോൺ വിളിക്ക് അതിൻ്റെ സൈഡിൽ കൂടി നടക്കും, ഞാനിത് ആദ്യമായിട്ടൊന്നല്ല സച്ചി കേട്ടാന്ന് പറയും. അപ്പോൾ പറയും, എടാ പണിയുടെ ഇടയിൽ ഫോൺ ചെയ്യാൻ പാടില്ല, എതിരെ നിനക്ക് ജീവിതം മടുത്തിട്ടുണ്ടാവും, പക്ഷേ എതിരെ വരുന്നവർ ഒരുപാട് പ്രതീക്ഷകളോടെ വരുന്നവരായിരിക്കും, വെറുതെ ഫോൺ ചെയ്ത് അപകടം ഒന്ന് വരുത്തി വെക്കല്ലേ എന്ന് പറയുമ്പോൾ അയാൾ പറയും, സ്നേഹം കൊണ്ടല്ലേ സച്ചി ചേട്ടാ, ഞങ്ങൾ സംസാരിക്കട്ടെ. അപ്പോൾ സച്ചി അയാളെ ഉപദേശിക്കും, നിനക്ക് വിളിക്കുന്ന ആൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ പണിയൊക്കെ നടക്കട്ടെ, ഇടയിൽ ഫോൺ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കും. ശരിക്കും സ്നേഹമുള്ളവരാണെങ്കിൽ പണിയൊക്കെ തീർത്ത് സ്നേഹിക്കാൻ നിൽക്കണം എന്നൊക്കെയാണ് സച്ചി പറയുന്നത്. എന്നിട്ട് രേവതി പറയും, സച്ചിയേട്ടൻ ഫോൺ ചെയ്യാറില്ലേ വണ്ടി ഓടിക്കുമ്പോൾ? ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ അത്യാവശ്യത്തിന് വിളിച്ചിട്ട് അപ്പം തന്നെ കോള് കട്ട് ചെയ്യും, ഇനി അതും ശ്രദ്ധിച്ചോളാം, ഞാൻ ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യില്ല എന്ന് സച്ചി പറയുവാണ്. എന്നിട്ട് സച്ചി പറയും, എടാ മര്യാദക്ക് പോയി പൂമാല വണ്ടിയൊക്കെ കെട്ടിയിട്ട് ആ പൂമാലയൊക്കെ കെട്ടിയിട്ട് നീ എളുപ്പം വണ്ടി എടുത്ത് സ്ഥലത്തെത്തിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് സച്ചി ഡ്രൈവറെ പറഞ്ഞു വിടുവാണ്. ഏതായാലും രേവതിയും സച്ചിയും നല്ല സന്തോഷത്തിലാണ്. 500 പൂമാല കറക്റ്റ് സമയത്ത് കെട്ടിത്തീർത്തല്ലോ. അപ്പോൾ ഈ വണ്ടി വിട്ടതും പുറകെ നമ്മുടെ ആൻ്റണിയുടെ ആൾക്കാർ പോകുവാണ്. അപ്പോഴേക്കും അനൂപ് വിളിച്ചിട്ട്, എടാ സച്ചി പൂമാലയൊക്കെ കയറ്റി വിട്ടോ, ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയും, പൂമാലയൊക്കെ ഞങ്ങൾ കയറ്റി വിട്ടു, അതിപ്പോൾ അവിടെ തന്നെ എത്തിക്കോളും, ഞങ്ങൾ ലൊക്കേഷനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, കറക്റ്റ് സമയത്ത് പൂമാല എത്തും, നീ ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് പറയുവാണ് സച്ചി അനൂപിനോട്. അപ്പോൾ ആൻ്റണിയുടെ ആൾക്കാരാണെങ്കിൽ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് പകുതി വഴി എത്തുമ്പോഴേക്കും ഈ ആൻ്റണിയുടെ ആൾക്കാർ പീറ്റർ എന്ന് പറഞ്ഞ ആളെ വിളിച്ച് പറയും, സച്ചിയുടെ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവരോട് പറയുവാണ്. എന്നിട്ട് വണ്ടിയും കാണിച്ചു കൊടുക്കും. രണ്ടുപേരും ഒരു സ്ഥലത്തെത്തുമ്പോൾ മീറ്റ് ചെയ്യും. എന്നിട്ട് ഈ പീറ്ററിന് സച്ചിയുടെ വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കും. പീറ്റർ അപ്പോൾ പറയും, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുവാണ്. എന്നിട്ട് ഇവർ ഈ വണ്ടിയെ ഫോളോ ചെയ്ത് പീറ്റർ പോകുവാണ്. എന്നിട്ട് ഓട്ടോയെ ഓവർടേക്ക് ചെയ്തിട്ട് അവർ പറയും, ചേട്ടാ വണ്ടിയുടെ ബാക്കിലെ ടയർ പഞ്ചറാണെന്ന് പറയുമ്പോഴേക്കും ഇയാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇവർ പറയുന്നത് വിശ്വസിച്ച് ഓട്ടോയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് ടയറൊക്കെ ചെക്ക് ചെയ്യുവാണ്. എന്നിട്ട് മാറി നിന്ന് ഒന്ന് കുറച്ചു നേരം സംസാരിക്കും. ആ ടൈമിൽ ഈ ആൻ്റണിയുടെ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഓട്ടോ എടുത്ത് ഓടുവാണ്. ഓട്ടോ എടുത്ത് ഓടുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഈ ഡ്രൈവറിനെ പേടിയാവും. അയാൾ പുറകെ ഓടുമെങ്കിലും അവരെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഇവർ ഓട്ടോ എടുത്ത് പോയിട്ടുണ്ടാവും. ഈ ഡ്രൈവർ അപ്പം തന്നെ സച്ചിയെ വിളിക്കും കേട്ടോ. പക്ഷേ സച്ചിയാണെങ്കിൽ ബാത്റൂമിൽ കയറി കുളിക്കുമായിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് ഇറങ്ങുമ്പോഴേക്കും അനൂപ് വിളിക്കുമ്പോഴേക്കും സച്ചി എടുക്കും. എന്താടാ പൂമാലയൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനൂപ് പറയും, അതിന് പൂമാല എവിടെ, മാല എവിടെ, ഇതുവരെ എത്തിയിട്ടില്ല, നേതാവാണെങ്കിൽ നല്ല ദേഷ്യത്തിലാന്നൊക്കെ പറയുമ്പോഴേക്കും, എടാ എത്തും, ഞങ്ങൾ പറഞ്ഞു വിട്ട സമയത്തെയും കൊണ്ട് ഇപ്പം എത്തേണ്ട സമയമായി, ചിലപ്പോൾ ഇടയിൽ ബ്ലോക്കിലൊക്കെ പെട്ട് കാണും, ഞാൻ ആ ഡ്രൈവറെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് സച്ചി ഫോൺ നോക്കുമ്പോഴേക്കും ഡ്രൈവറുടെ കുറേ മിസ് കോള്. സച്ചിക്ക് അപ്പം തന്നെ ടെൻഷൻ ആവുകയെ. രേവതി പറയും, സച്ചിയേട്ടാ സമയം കളയാതൊന്ന് ആ ഡ്രൈവറിനൊന്ന് വിളിച്ചു നോക്ക്, കാര്യം എന്താണെന്നറിയാലോ. അപ്പോൾ സച്ചി വിളിക്കുവാണ് ഡ്രൈവറെ വിളിക്കുമ്പോഴേക്കും ഡ്രൈവർ കാര്യം പറയും, സച്ചിയേട്ടാ ടയർ പഞ്ചറായെന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും അവർ വണ്ടിയും കൊണ്ട് പോയി, പൂമാല എനിക്കറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനിലാണ്, എൻ്റെ വണ്ടിയും പോയി സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് കരയുവാണ്. അപ്പോൾ സച്ചി പറയും, നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കായലോരത്തിൻ്റെ അടുത്തുള്ള അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി എളുപ്പം വണ്ടിയെടുത്ത് പോവാണ്. അപ്പോൾ രേവതി പറയും, ഞാൻ വരുന്നുണ്ട് സച്ചിയേട്ടാ, ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് രേവതിയും കയറും. രണ്ടുപേരും കൂടി ഈ ഡ്രൈവറിൻ്റെ സ്ഥലത്തെത്തുമ്പോഴേക്കും സച്ചി നല്ല ദേഷ്യത്തിൽ അയാളുടെ കോളറിലൊക്കെ കയറി പിടിക്കുകയും അപ്പോൾ അയാൾ പറയും, സച്ചിയേട്ടാ ടയർ പഞ്ചറായി എന്ന് പറഞ്ഞു, അതാണ് ഞാൻ ഇറങ്ങി നോക്കിയത്. അപ്പോൾ സച്ചി പറയും, ടയർ പഞ്ചറായെങ്കിൽ നിനക്ക് മനസ്സിലാവൂലേടാ, അതെങ്ങനെയാണ്, നിൻ്റെ ചെവിയിൽ ഏത് നേരവും ഫോണല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളെ ചീത്ത പറയുവാണ്. നിന്നെ ഈ പണിയേൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ പറയും, സച്ചിയേട്ടാ എൻ്റെ വണ്ടിയും കൊണ്ട് വണ്ടി ഇല്ലാണ്ട് വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛൻ എന്നെ കൊല്ലും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ടെൻഷനാവും. ഇനി എന്ത് ചെയ്യും, എടാ ആ നേതാവ് എന്നെ കൊല്ലും, പൂമാല കറക്റ്റ് സമയത്ത് എത്തിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സച്ചിയും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. സച്ചിക്കും രേവതിക്കും ടെൻഷൻ കയറും. എന്നിട്ട് വണ്ടി അങ്ങോട്ടേക്കാണ് പോയെന്നൊക്കെ പറയും. സച്ചിൻ രേവതി അപ്പം തന്നെ ഓട്ടോ കയറിയിട്ട് പോകുവാണ് വണ്ടി അന്വേഷിച്ചിട്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ നിങ്ങൾ ആരായിട്ടെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, ഈ പൂമാലൊക്കെ ആര് തട്ടിക്കൊണ്ടുപോകാനാന്ന് പറയും. അപ്പോൾ സച്ചി
പറയുന്നുണ്ട് CC അടക്കാത്തവരൊന്നും ആയിരിക്കില്ല, വണ്ടി മോഷ്ടിക്കാൻ വന്നവരാണെങ്കിൽ നിർത്തിയിട്ട വണ്ടി എടുക്കത്തുള്ളൂ, ഇത് വേറെന്തോ കാര്യം കൊണ്ട് തട്ടിക്കൊണ്ടു പോയതാ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ രേവതി ചോദിക്കും, സച്ചിയേട്ടൻ ആരെങ്കിലും തല്ലിയായിരുന്നോ? ഞാൻ ആരെ തല്ലാനാ, ഞാൻ എന്താ ഗുണ്ടയാണോ എന്ന് സച്ചി ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയും, ആ പിന്നെ ഗുണ്ടയല്ലേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വണ്ടി ഓടിച്ച് അന്വേഷിച്ച് നടക്കുവാണ്, ഈ വണ്ടി എവിടെയെങ്കിലും കാണുമോ അറിയാൻ വേണ്ടി. അപ്പോഴേക്ക് ആ സമയത്ത് നേതാവിൻ്റെ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. നേതാവ് പറയും, എല്ലാം റെഡിയല്ലേ? അപ്പോൾ കൂടെയുള്ള ആൾ പറയും, പൂമാല മാത്രം എത്തിയിട്ടില്ല, ബാക്കിയെല്ലാം റെഡിയാന്ന് പറയുമ്പോഴേക്കും, ആ അനൂപ് എവിടെ, അനൂപ് എവിടെ എന്ന് പറഞ്ഞ് അനൂപിനെ വിളിക്കുവാണ്. അപ്പോൾ അനൂപ് പറയും, സാറേ പൂമാലയും കൊണ്ട് സച്ചി വണ്ടി വിട്ടിട്ടുണ്ട്, ഇപ്പം എത്തും, നീ അവനൊന്ന് വിളിച്ചു നോക്കിക്ക്, എനിക്ക് എൻ്റെ മുമ്പിൽ നിന്ന് വിളിക്കുക, എനിക്കറിയണം കാര്യം എന്ത്, ഇത്ര നേരിട്ട് പൂമാല എത്താത്ത എന്താണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നേതാവിൻ്റെ മുമ്പിലിരുന്ന് അനൂപ് വിളിക്കുവാണ് സച്ചിയെ. അതിനു മുമ്പ് ഈ നേതാവ് നമ്മുടെ അനൂപിനെ ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്, പൂമാല കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ നിന്റെ നെഞ്ചിൽ ഞാനൊരു റീത്ത് വെക്കും, പൂമാല ആ സമയം കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട, അതിനു മുമ്പ് എനിക്ക് എൻ്റെ ചടങ്ങ് തുടങ്ങണേക്ക് മുമ്പ് ഇവിടെ എത്തണം, എല്ലാം കറക്റ്റ് സമയത്ത് ഞാൻ വിചാരിച്ച പോലെ നടക്കണം, അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ തീർക്കും എന്ന് പറഞ്ഞിട്ടാണ് സച്ചിയെ വിളിക്കാൻ പറയുന്നത്. അപ്പോൾ സച്ചിയാണെങ്കിൽ വണ്ടി ഓടിച്ച് ടെൻഷനിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നേതാവ് വിളിച്ചിട്ട് പറയും, നേതാവല്ല അനൂപാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോൾ സച്ചി എടുത്തിട്ട് പറയും, എടാ അനൂപേ. അപ്പോൾ നേതാവ് പറയും, ഞാൻ അനൂപല്ല, ഞാൻ കാലനാ, നിന്റെ കാലൻ എന്ന് പറയുവാണ് സച്ചിനോട്. ഇവിടം വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ആൻ്റണിയുടെ വിശേഷം കാണിക്കുന്നുണ്ട്. ഗുണ്ട വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഈ വണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, സിറ്റി എങ്ങനെയെങ്കിലും കടക്കണം, സിറ്റി കടന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വിജനായ സ്ഥലത്തിട്ട് ആ പൂമാലയൊക്കെ കത്തിച്ച് കളയാനാണ് ആൻ്റണി പറയുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ സിറ്റി കടക്കുന്ന തിരക്കിലാണ് ഈ വണ്ടി മോഷ്ടിച്ച ആള്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.